ഹിമാലയനുമായിട്ട് കമ്പയർ ചെയ്യാൻ ആയിട്ടില്ല RTX. അപ്പോൾ ഇത് എൻജിൻ ഡാമേജ് ആക്കുമെന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഇൻസ്റ്റാഗ്രാമിൽ റീൽസൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ സത്യം പറഞ്ഞാൽ ഇനിയിപ്പോൾ എൻ്റെ അടുത്ത് ഞാനൊരു നല്ല ഡൗട്ടിൽ നിന്നൊരു വ്യക്തിയാണ്. ADV 390 എടുക്കണോ ഈ ഒരു മോഡൽ എടുക്കണോ എന്ന് ചോദിച്ചിട്ട് നല്ല ഡൗട്ടിൽ നിന്നൊരു വ്യക്തിയാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ഏത് വണ്ടി എടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പിന്നെ വണ്ടിയുടെ സർവീസ് കോസ്റ്റ് നോക്കാനാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഹയർ സൈഡിലാണ്. അതായത് ഇത്രയും വില കുറച്ച് കൊടുക്കുമ്പോൾ എന്തെങ്കിലും ഒരു ഒടി TVS അല്ലെങ്കിൽ എന്തെങ്കിലും ക്വാളിറ്റിയിൽ ചില കാര്യങ്ങളിലൊക്കെ കോംപ്രമൈസ് ചെയ്തിട്ടുണ്ടാവാം എന്നൊക്കെ പറയുന്നുണ്ട്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മോട്ടോർ വാൾട്ട്. എന്തെല്ലാവർക്കും സുഖല്ലേ? അപ്പോൾ നമ്മുടെ കയ്യിൽ അവസാനം ഇന്ന് RTX ഓടിക്കാൻ കിട്ടി. നമുക്ക് മീഡിയ ഇൻവിറ്റേഷനോ കാരണം തന്നെ ഇല്ലായിരുന്നു. ഷിംലയെ വെച്ചായിരുന്നു ഈ ഒരു വണ്ടിയുടെ ലോഞ്ച്. ഒക്ടോബറിലായിരുന്നു ഈ ഒരു വണ്ടി ഇറങ്ങിയത്. ഇന്നാണ് ഞാൻ ഈ ഒരു വണ്ടി ആദ്യമായിട്ട് കാണുന്നത്. അധികം റോഡിൽ കാണാൻ ഇപ്പം നിലവിൽ സാധ്യതയില്ലാത്തൊരു വണ്ടിയാണിത്. അതുകൊണ്ട് നല്ല റോഡ് പ്രസൻസ് ഉണ്ട്. അതുമാത്രമല്ല, ഇനി അങ്ങോട്ട് റോഡിൽ കാണാൻ ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്ന ഒരു ADV മോട്ടോർ സൈക്കിൾ ഇതാണ്. അതിന് കാരണം എന്ന് പറയുന്നത് ഈ ഒരു വണ്ടിയുടെ പ്രൈസും വണ്ടിയുടെ വാല്യൂ ഫോർ മണിയൊക്കെയാണ്. അതായത് 300 cc മോട്ടോർ സൈക്കിൾ, ഇത്രയും ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഡിസൈന്, അതുപോലെ തന്നെ ഇത്രയും അധികം ഫീച്ചേഴ്സ്, 2 ലക്ഷത്തിന് താഴെ ബേസ് വേരിയൻറ്റ്. ഈ കാണുന്ന നെക്കൽ ഗാർഡും ഈ ബീക്കും ഒക്കെ പുള്ളിക്കാരൻ ഇതിൻ്റെ ഓണർ സെപ്പറേറ്റ് മേടിച്ച് വെച്ചാണ്. ഏകദേശം ആ ഒരു ബാക്കിലത്തെ എന്താ പറയണ്ടേ, ആ ഒരു ലഗേജ് റാക്കും കൂടെ വന്നു കഴിഞ്ഞാൽ ഇത് ഒരു ടോപ്പ് എൻഡ് വേരിയൻ്റായി. ബ്ലൂടൂത്ത് ഇല്ലെന്നുള്ളൊരു കുറവ് മാത്രമേ ഉള്ളൂ. പിന്നെ അഡ്ജസ്റ്റഡ് സസ്പെൻഷൻ B2-ലുള്ള സംഭവം ഇല്ല. അത് കുറച്ചുകൂടെ പ്രൊഫഷണലായിട്ട് എന്താ പറയുക, കുറച്ചുകൂടെ കംഫർട്ടബിൾ വേണം, കുറച്ചുകൂടെ പ്രൊഫഷണലായിട്ട് ഓഫ് റോഡൊക്കെ ചെയ്യണമെന്നുള്ളവർക്ക് മാത്രമാണ് ആ ഒരു അഡ്ജസ്റ്റഡ് സസ്പെൻഷൻ. അല്ലാത്ത പക്ഷേ സസ്പെൻഷൻ വെരി നൈസാണ് കേട്ടോ. 180 mm ട്രാവലാണ് രണ്ട് ഭാഗത്തും വരുന്നത്. നൈസ് സസ്പെൻഷനാണ്. TVSന് ഒരു ADV മോട്ടോർ സൈക്കിൾ ഇല്ലെന്നുള്ളതിന് ഒരു കുറവായിരുന്നു. പ്രത്യേകിച്ച് ഒരുപാട് വർഷങ്ങളായിട്ട് അവർ ഡക്കാർ റാലിയിലൊക്കെ എന്താ പറയണ്ടേ പങ്കെടുക്കുന്ന ഒരു വ്യക്തിയായിട്ട് പോലും അവർക്കൊരു വണ്ടി ഇല്ല എന്നുള്ളത് വളരെ പോരായ്മയായിരുന്നു. പിന്നെ GS വെച്ചിട്ട് ആ ഒരു സെയിം ഡിസൈൻ കോപ്പി ചെയ്യാൻ എന്തായാലും TVSന് അനുമതിയില്ല. BMW ആയിട്ടുള്ള ആ ഒരു കരാർ അങ്ങനെയായിരുന്നു. സോ അവർ ഡെവലപ്പ് ചെയ്തെടുത്ത പുതിയ RTDX D4 ആ ഒരു എൻജിൻ, ആ ഒരു ഡുവൽ, എല്ലാ ഭാഗത്തും ഡുവലുള്ള ഡുവൽ ഓവർഹെഡ് ക്യാം, ഡുവൽ ഓയിൽ പമ്പ്, ഡുവൽ കൂളിംഗ് സിസ്റ്റം, എല്ലാം ഡുവൽ ബ്രീത്തർ പമ്പ് എല്ലാം ഉണ്ട്. നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു എൻജിനാണ്. പക്ഷേ നമ്മളീ പറഞ്ഞ വലിയ ഹൈപ്പ് കൊടുക്കേണ്ട കാര്യമുണ്ടോ? ഉണ്ട്. പക്ഷേ ഒരു പരിധി വിട്ട് നമ്മൾ ഹൈപ്പ് കൊടുക്കരുത്. കാരണം ഈ വണ്ടിക്ക് എല്ലാ വണ്ടികളും ഉള്ളതുപോലുള്ള ചെറിയ ഡ്രോബാക്കുകളൊക്കെ ഉണ്ട്. പക്ഷേ ഈ വണ്ടിയുടെ പ്രൈസ് അതിനെ എല്ലാം കോമ്പൻസേറ്റ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് വണ്ടിയുടെ ഒരു ഓവറാൾ ലുക്ക് നോക്കാം. നിങ്ങൾ ഓൾറെഡി എല്ലാത്തിലും കണ്ടിട്ടുണ്ടായിരിക്കും. ഈ ഒരു TVSൻ്റെ ആ ഒരു അനിമേഷൻ വരുന്ന ആ ഒരു LED അല്ല ഇത്, അത് ടോപ്പ് എൻഡ് വേരിയൻറ്റിലേ ഉള്ളൂ. പിന്നെ ഈ ഒരു അലോയൊക്കെ കണ്ടില്ലേ, അതുപോലെ ഡുവൽ പർപ്പസ് ടയർ, ലോങ് ട്രാവൽ USD സസ്പെൻഷൻ, ആ ഒരു എൻജിൻ നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് തന്നെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് TVS. അതുപോലെ തന്നെ ഡുവൽ എന്താ പറയണ്ടേ പോർട്ട് വരുന്ന സൈലൻസർ, ആ ഒരു എന്താ പറയുക നമ്മുടെ ടൈഗറിനെയൊക്കെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള ആ ഒരു ടെയിൽ സെക്ഷൻ, ആ ഒരു മറ്റേ ടോപ്പ് എൻഡ് വേരിയൻറ്റിലുള്ള ലഗേജ് റാക്കും കൂടെ വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റാണ്. ഇതിൻ്റെ ഓണർഷിപ്പ് റിവ്യൂ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ എല്ലാ ഓണർഷിപ്പ് ലെവലുള്ള ആസ്പെക്റ്റും ഉടൻ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നല്ല കംഫർട്ടബിളാണ്. ബാക്കിലും പില്ലിനും ഇരിക്കാനായിട്ട്, റൈഡറിനും ഇരിക്കാനായിട്ട് നല്ല ബിഗ് ബൈക്ക് ഫീലാണ്. നമ്മൾ നേരിട്ട് കാണുന്നത് പോലെ അല്ല. ഇന്ത്യയുടെ ഫ്ലാഗ് നമുക്ക് കാണാൻ സാധിക്കും, ബിഗ് വൈസർ നമുക്ക് കാണാൻ സാധിക്കും, ഒരു ആഫ്രിക്ക ട്വിൻ്റെ അല്ലെങ്കിൽ എല്ലാ ഒരു ട്രൈംസ് ടൈഗറിൻ്റെ ഒക്കെ ആയിട്ടുള്ള എല്ലാവിധ ഒരു ലുക്കും പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ വണ്ടിയുടെ മൊത്തത്തിൽ നോക്കാനാണെങ്കിൽ നല്ല ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. പല കാര്യങ്ങളിലും കോമ്പൻസേറ്റ് ചെയ്തതായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നില്ല. ഒരു 300 cc 2 ലക്ഷത്തിന് താഴെയുള്ള വണ്ടിയാണെന്ന് പറയാൻ പോലും തോന്നുന്നില്ല. അത്രയ്ക്ക് റെസ്പെക്റ്റ് തോന്നുന്നുണ്ട് TVSനോട്. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇനിയിപ്പോൾ ഒരുപാട് വണ്ടികൾ ഈ വണ്ടി നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ റോഡിൽ. പിന്നെ ഈ ഭാഗത്തോട്ട് നമുക്ക് ഇത് അയച്ചു കഴിഞ്ഞാൽ ഒരു ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു ഡുവൽ ഫുട്ട് റെസ്റ്റായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. റാലി സ്പെക്ക് നേരിട്ടുണ്ട്. RTRലോട്ട് വരുമ്പോൾ ഹൈപ്പർ സ്പെക്ക്, RRലോട്ട് വരുമ്പം ട്രാക്ക് സ്പെക്ക്. അപ്പം എയർ ചാനലൊക്കെ കണ്ടില്ലേ, പക്കായിട്ടുണ്ട്. എന്തായാലും ആ ഒരു അലൂമിനിയം ഡാഷ് പ്ലേറ്റ് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെന്താ പറയാൻ, മൊത്തത്തിൽ വണ്ടി അടിപൊളി സാധനം കേട്ടോ. എനിക്കങ്ങ് ശരിക്കും ഇഷ്ടപ്പെട്ട്. ഞാൻ സത്യം പറഞ്ഞാൽ ADV 390 ഈ വണ്ടിയായിട്ട് നല്ല കൺഫ്യൂഷനിലായിരുന്നു. അങ്ങനെ മാസങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം നമ്മൾ ഈ വണ്ടി നമുക്ക് ഓടിക്കാനായിട്ട് കിട്ടിയിരിക്കുകയാണ്. സോ നമുക്ക് വണ്ടി കൊണ്ട് ഓടിച്ച് തുടങ്ങാം. വണ്ടി ആ ഒരു TFT ഡിസ്പ്ലേ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ RR 310ലും RTR 310ലും ഇപ്പോൾ ഉള്ള RTR 160 200 വന്ന സെയിം എൻജിൻ തന്നെയാണ്. സെയിം ഇൻസ്ട്രുമെൻറ്റ് കൺസോൾ തന്നെയാണ്. നമുക്ക് വണ്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് ഓണാക്കാം. സൗണ്ട്, ഇറ്റ് ഈസ് വെരി നൈസ് സൗണ്ട്.
നല്ല സ്പോർട്ടി എന്താ പറയണ്ടേ നോട്ടാണ്. ഇതെനിക്ക് തോന്നുന്നു മേ ബി വരുന്ന ഫ്യൂച്ചർ RR 310 ഈ എൻജിൻ റീപ്ലേസ് ആകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം ഒരു സ്പോർട്ടി ക്യാരക്ടറുള്ളൊരു എൻജിനാണ് ഈ ഒരു എൻജിൻ. വൈബ്രേഷൻസൊക്കെ ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഞാൻ ഓടിക്കുന്ന സമയത്ത് പറയാം. വണ്ടിയുടെ ആ ഒരു എന്താ പറയുക റൈഡിങ് സ്റ്റാൻസ് നല്ല കംഫർട്ടബിളാണ്. അപ്പറായിട്ടുള്ള റൈഡിങ് പൊസിഷനാണ്. സീറ്റ് ഹൈറ്റ് കുറച്ചുണ്ട്. എന്നെ പോലുള്ള അത്യാവശ്യം നീളം ഹൈറ്റ് വലിയ രീതിയിൽ ഇല്ലെന്നുണ്ടെങ്കിൽ 5.6 ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇഴഞ്ഞൊക്കെ എടുക്കാം വണ്ടി. സസ്പെൻഷൻ ഒരു രക്ഷയില്ല, കിടു സസ്പെൻഷനാണ് കേട്ടോ, ഒന്നും പറയാനില്ല, അടിപൊളി സസ്പെൻഷൻ. ഞാൻ വിചാരിച്ചു ഒരു ADV ടൂറർ എന്നുള്ള ലെവലിൽ മാത്രമായിരിക്കും TVS ഇതിനെ കണ്ടേക്കുന്നത്. പക്ഷേ തീർച്ചയായിട്ടും ഇതിന് നല്ല കേപ്പബിലിറ്റി ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും ഫീൽ ചെയ്യുന്നുണ്ട് അങ്ങനെ തന്നെ. കാര്യം നല്ല ഒരു ADV ഒരു മോട്ടോർ സൈക്കിൾ തന്നെയാണ്. ഓഫ് റോഡിങ് കേപ്പബിലിറ്റി തന്നെ ഉണ്ട് വണ്ടിക്ക്. വെയിറ്റ് ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര മാരകമായിട്ടുള്ള വെയിറ്റ് ഒന്നും തന്നെ ഇല്ല. പക്ഷേ സീറ്റ് ഹൈറ്റ് നിങ്ങൾ ടൈറ്റ് പാൻറ്റൊക്കെയാണ് ഇടുന്നതെന്നുണ്ടെങ്കിൽ മാനേജ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടും, പ്രത്യേകിച്ച് ബിഗിനറൊക്കെ ആണെന്നുണ്ടെങ്കിൽ. ഇനിയിപ്പോൾ വണ്ടിയുടെ ത്രോട്ടിൽ എങ്ങനെയുണ്ട്, എൻജിൻ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല ലീനിയറാണ്. അതായത് ഇതിൻ്റെ ലോഞ്ച് സമയത്ത് ഷിംലയെ വെച്ചിട്ട് ഇതിൻ്റെ ലോഞ്ച് നടക്കുന്ന സാഹചര്യത്തിൽ നമ്മുടെ ക്ലച്ച്ലെസ് അതുപോലെ തന്നെ നമ്മുടെ മീഡിയ ടീമൊക്കെ പൊതുവേ പറഞ്ഞൊരു കാര്യം വണ്ടി ഭയങ്കര ലീനിയർ ആണെന്നാണ്. പക്ഷേ ഞാൻ വിചാരിച്ചത് അത് ഹൈ ആൾട്ടിറ്റ്യൂഡിൽ ഓക്സിജൻ്റെ ലെവൽ കുറവായതുകൊണ്ട് മേ ബി വണ്ടിയുടെ പവർ കുറച്ച് ലോസ് ആയതുകൊണ്ട് തോന്നുന്നതാകുമെന്നാണ് തോന്നിയത്. പക്ഷേ അവിടെ വെച്ച് ഞാൻ വണ്ടി ഓടിച്ചില്ല, ഞാൻ പറഞ്ഞല്ലോ അതിൻ്റെ റിവ്യൂവിന് ഞാൻ പോയിട്ടില്ല, അതുകൊണ്ട് തന്നെ എനിക്കത് പറയാൻ സാധിക്കത്തില്ല. പക്ഷേ വണ്ടി കുറച്ച് ലീനിയർ ആണ്, എസ്പെഷ്യലി ഇൻ അർബൻ മോഡ് നല്ല പവർ എന്താ പറയുക ലീനിയറായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. പക്ഷേ പവറുണ്ട് വണ്ടിക്ക്, അത്ര മാരകമായിട്ടുള്ള 250 ഡ്യൂക്ക് പോലുള്ള അല്ലെങ്കിൽ 250 ADV 250 പോലുള്ള ഒരു ലീനിയാരിറ്റി അല്ല വണ്ടിക്കുള്ളത്. അഗ്രസീവാണ്, അതായത് ത്രോട്ടിൽ നല്ല ഷാർപ്പാണ്. റൈറ്റ് ബൈ വയർ ആയതുകൊണ്ട് തന്നെ കൈ കൊടുത്താൽ പെട്ടെന്ന് തന്നെ 5000 RPM സഡനായിട്ട് തന്നെ കയറുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 5000 RPM കഴിഞ്ഞാൽ വണ്ടിയുടെ ക്യാരക്ടർ നല്ല രീതിയിൽ തന്നെ ചേഞ്ച് ആവും. നല്ല സ്പോർട്ടി ക്യാരക്ടറായിട്ട് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല വൈബ്രേഷൻസ് കുറച്ചൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് 5000 RPM മുകളിലോട്ട് ഫുഡ് പെക്ക്, ഹാൻഡിൽ ബാർ, തൈസിൻ്റെ ആ ഒരു സീറ്റിൻ്റെ ഭാഗത്തൊക്കെ കുറച്ച് വൈബ്രേഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. എൻജിൻ റിഫൈൻഡ് ആണ്, പക്ഷേ ആ ഒരു സിംഗിൾ സിലിണ്ടറിൻ്റെ ഒരു ക്യാരക്ടറാണ് നമ്മൾ ആ കാണുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ അങ്ങനെ ബട്ടറി സ്മൂത്തായിട്ടുള്ളൊരു എൻജിനാണെന്നൊന്നും ഞാൻ പറയത്തില്ല വണ്ടി. പക്ഷേ വണ്ടിയുടെ ആ ഒരു ഇരിപ്പും വണ്ടിയുടെ ആ ഒരു കംഫർട്ടും എന്നൊക്കെ പറഞ്ഞാൽ സംതിങ് എബോവ് 300cc എന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. ഓവർടേക്കിനൊക്കെ അത്യാവശ്യം വേണ്ട പവർ തന്നെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ഒരു കറക്റ്റ് പെർഫോമൻസ് അറിയണമെങ്കിൽ നിങ്ങൾ ഹൈവേ തന്നെ ഈ ഒരു വണ്ടി കൊണ്ടുപോകണമെന്നാണ് എൻ്റെ ഒരു അതല്ലേ. വണ്ടിക്ക് നല്ല പവറുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. നിങ്ങളൊരു പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്നൊരു വ്യക്തിയാണ്, നിങ്ങളൊരു കംഫർട്ടിന് പ്രാധാന്യം കൊടുക്കുന്നൊരു വ്യക്തിയാണ്, നിങ്ങൾക്ക് 390 പോലെ അത്ര തുളുമ്പി നിൽക്കുന്നില്ല പവർ വേണ്ടെന്നുണ്ടെങ്കിൽ ഈ വണ്ടിയാണ് നിങ്ങളുടെ വണ്ടി. എനിക്ക് സത്യം പറഞ്ഞാൽ ശരിക്കും ഈ ഒരു വണ്ടി ഇഷ്ടപ്പെട്ടു. പക്ഷേ ഞാൻ എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാളും ഒരു പൊടിക്ക് വൈബ്രേഷൻസ് ഉണ്ടോ എന്നൊരു ഡൗട്ട്, അതൊരു ഇഷ്യൂ അല്ല, വണ്ടിയുടെ ഡീൽ ബ്രേക്കറായിട്ടുള്ള പ്രശ്നമൊന്നും തന്നെയല്ല. ഇങ്ങനെ ഹയർ RPM പോകുമ്പോഴാണ് ആ ഒരു ചെറിയൊരു വളരെ മൈനറായിട്ടുള്ള വൈബ്രേഷൻസ് നമുക്ക് ബസ് ഫീല് ഫുഡ് റെസ്റ്റിലൊക്കെ ആയിട്ട് കിട്ടുന്നത്. ഇതിൻ്റെ ഒരു ക്രൂസ് സ്പീഡ് എന്നൊക്കെ പറയുന്നത് ഒരു 120 ഒക്കെ ആണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഇപ്പോൾ ഈ ഒരു വൈസർ. അതുകൊണ്ട് തന്നെ എൻജിൻ നല്ല സ്ട്രെസ്സ് കുറവുള്ളൊരു എൻജിനായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ലൊരു ഹൈവേയിൽ ക്രൂസ് കൺട്രോളൊക്കെ ഇട്ട് പക്കായിട്ട് അങ്ങോട്ട് പോകാം നമുക്ക്. പിന്നെ സ്പോർട്ട് ഷിഫ്റ്റിങ്ങും വരുന്നുണ്ട്. അതായത് ഇതൊക്കെ ബേസ് വേരിയൻറ്റിലാണ് വരുന്നതെന്ന് ആലോചിക്കണം, 2 ലക്ഷത്തിന് താഴെ വരുന്ന വണ്ടി എന്നുള്ള നിലയ്ക്ക്. സോ വണ്ടി ഒരു ബ്ലാസ്റ്റി ഡീല് തന്നെയാണ്. അതിനകത്തൊരു തർക്കവും വേണ്ട, ഒരു തർക്കവും വേണ്ട, പക്ക വണ്ടി ഒരു ഡീല് തന്നെയാണ്. കാര്യം ഇതിൻ്റെ എൻജിൻ ക്യാരക്ടറും എൻജിൻ്റെ ആ ഒരു മൊത്തത്തിലുള്ള സംഭവങ്ങളൊക്കെ നോക്കാനാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ്, ഞാൻ പറഞ്ഞില്ലേ ടൈറ്റ് ജീൻസൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. ഗിയറൊക്കെ പക്ക സ്ലീക്ക് ഷാർപ്പായിട്ടുള്ള ഗിയർ ബോക്സും കാര്യങ്ങളൊക്കെ തന്നെയാണ്. സസ്പെൻഷൻ പോലെ തന്നെ ആ ഒരു ഫ്രണ്ട് ബ്രേക്കൊക്കെ അത്യാവശ്യം നല്ല ബ്രേക്കിംഗ് ആയിട്ട് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ നല്ല ഡൈവ് ഉണ്ട് ആ ഒരു ലോങ് ട്രാവൽ സസ്പെൻഷൻ ആയതുകൊണ്ട് തന്നെ. കമ്പയർ ടു ADV 390 അത് മച്ച് പവർഫുള്ളാണ്, അഗ്രസീവാണ്.
പവർ തുളുമ്പി നിൽക്കുന്നൊരു നേച്ചറാണ്. ആ ഒരു 5000 RPM താഴെ ഭയങ്കര ഇടിപ്പായിരിക്കും വണ്ടിക്ക്. പക്ഷേ ഇതിനങ്ങനെ ഇടിപ്പില്ല, പക്ഷേ ഭയങ്കര ലീനിയറാണ് വണ്ടി. പക്ഷേ നമ്മളൊന്ന് വൺസ് ത്രോട്ടിൽ നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് വണ്ടി കയറുന്നുണ്ട്. ഞാൻ വിചാരിച്ച പോലെ അത്ര വൈബ്രേഷൻസ് ഇല്ലാത്ത ഒരു നേച്ചറൊന്നും തന്നെയല്ല. അത്യാവശ്യം ഒരു വൈബ്രേഷൻസ് ഫീൽ ചെയ്യുന്നുണ്ട് വണ്ടിക്കകത്ത്. ഇത്ര നേരം ഞാൻ ഈ ഒരു സിറ്റി ട്രാഫിക്കിലാണ് ഓടിച്ചത്. എനിക്ക് വലിയൊരു ഹീറ്റിംഗ് ആയിട്ടൊന്നും ഫീൽ ചെയ്യുന്നില്ല. അതിനൊരു കാരണമുണ്ട്. അതായത് ഇതിൻ്റെ ഹീറ്റ് ചാനൽസ് വളരെ ബ്രില്യൻ്റ് ആയിട്ടാണ് TVS സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അതായത് ഹീറ്റ് കറക്റ്റ് ആ എൻജിൻ്റെ അടിയിലോട്ടാണ് പോകുന്നത്. അതായത് വണ്ടിയുടെ ആ ഒരു താഴോട്ടാണ് ആ ഒരു ഹീറ്റിംഗ് കേരളമൊക്കെ ഇറങ്ങുന്നത്. ഡുവൽ ജാക്കറ്റ് കൂളിംഗ് ആണ് വണ്ടിയുടെ ആ ഒരു കൂളിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. അതായത് 2 ജാക്കറ്റ്സ് ഉണ്ട്, ഓയിൽ കൂളിങ്ങിനും അതുപോലെ തന്നെ വാട്ടർ കൂളിങ്ങിനുമായിട്ട്. അതുകൊണ്ട് തന്നെ എഫിഷ്യൻ്റായിട്ട് വണ്ടിയുടെ ആ ഒരു കൂളിംഗ് നടക്കുന്നുണ്ട്. അതായത് ഓയിൽ കൂളറിനും വണ്ടിയുടെ ആ ഒരു കൺവെൻഷനലായിട്ടുള്ള ഹെഡിൻ്റെ ഭാഗത്തും സിലിണ്ടറിൻ്റെ ഭാഗത്തുമുള്ള കൂളൻ ജാക്കറ്റ്സും. അപ്പോൾ ഓയിലിൻ്റെ ലൈഫും കൂടും. അത് മാത്രമല്ല ഡുവൽ ബ്രീത്തിങ് ഹോളാണ് വണ്ടിയുടെ, ഡുവൽ ബ്രീത്തേഴ്സും വരുന്നുണ്ട്. അതുപോലെ ഡുവൽ ഓയിൽ പമ്പും വരുന്നുണ്ട്. എല്ലാം കൊണ്ടും വണ്ടിയുടെ ഓയിലിൻ്റെ ആ ഒരു ക്വാളിറ്റി അങ്ങനെ പെട്ടെന്ന് നശിച്ചു പോകുന്നൊരു ലെവലോളം വരുത്തില്ല. ഓയിൽ കണ്ടാമിനേഷൻ കാറിലൊക്കെ വളരെയധികം കുറയും. അതുമാത്രമല്ല ഇതിനകത്ത് ഒരു 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 കോട്ടിങ് TVS കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കോട്ടിങ് ഞാൻ മറന്നുപോയി, അത് ഞാൻ ഇപ്പോൾ ഡിസ്പ്ലേ കൊടുത്തേക്കാം. അത് ഏറ്റവും ടോപ്പ് ക്വാളിറ്റി കോട്ടിംഗ് ആണ്. അതുകൊണ്ട് തന്നെ ഫ്രിക്ഷൻ വളരെയധികം കുറയ്ക്കും. ഓയിലിൻ്റെ ആ ഒരു എന്താ പറയുക, ആ ഒരു ഓക്സിഡേഷനും കുറയും. ഈ ഒരു ഡുവൽ ഓയിൽ പമ്പിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു വാമപ്പ് സമയം വളരെയധികം കുറവായിരിക്കും. അതായത് വണ്ടി എടുത്ത് സ്പോട്ടിൽ തന്നെ നമുക്ക് പോകാം. ഒരു 5 സെക്കൻഡിനുള്ളിൽ തന്നെ പെട്ടെന്ന് തന്നെ ഓയിൽ എല്ലാ എൻജിൻ്റെ ഭാഗങ്ങളിലും എത്തും. ഒരു 36 bhp ഉണ്ടെങ്കിലും പേടിപ്പെടുത്തുന്ന ഒരു പവറായിട്ടൊന്നും ഫീൽ ചെയ്യുന്നൊന്നുമില്ല. പിന്നെ എവിടെയൊക്കെയോ TVSൻ്റെ ആ ഒരു എൻജിനാണെന്നുണ്ടെങ്കിലും എവിടെയൊക്കെയോ ആ ഒരു RTR 310ൻ്റെയോ RR 310ൻ്റെയൊക്കെ സൗണ്ടൊക്കെ പോലെ ഫീൽ ചെയ്യുന്നു കേട്ടോ. എവിടെയോ അങ്ങനെ മൊത്തത്തിൽ പറയുന്നതല്ല, സെയിം ഗ്രേഡുമാണ് ഓയിലിൻ്റെ. ഈവൻ മൈലേജിൻ്റെ കാര്യം പറയാനാണെങ്കിൽ സിറ്റി ട്രാഫിക്കിൽ കൂടെ ഒക്കെ ഓടിക്കുന്ന സമയത്ത് വണ്ടിയുടെ മൈലേജ് മീറ്ററിലൊക്കെ വളരെ ലോ ആയിട്ടാണ് കാണിക്കുന്നത്. അത് എന്തിൻ്റെ കൊണ്ടാണ് അറിയത്തില്ല. പല റിവ്യൂ വീഡിയോസിലും 28 മാക്സിമം ആണ് ഒരു ആൾക്കാർക്കൊക്കെ കിട്ടുന്ന ഒരു മൈലേജായിട്ട് പല റിവ്യൂ വീഡിയോസിലും മൈലേജ് ടെസ്റ്റ് വീഡിയോസിലും ഞാൻ കാണാൻ. ഞാൻ സത്യം പറഞ്ഞാൽ ഈ ഒരു വണ്ടി എടുക്കാൻ നിൽക്കുന്ന ആളായതുകൊണ്ട്, ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് ഇതിൻ്റെ ഫുൾ വീഡിയോ, അതായത് സർവീസിങ് വീഡിയോ, അതുപോലെ തന്നെ വണ്ടിയുടെ മൈലേജ് ടെസ്റ്റ് വീഡിയോ, ഇതെല്ലാം ഞാൻ കാണുന്നത് കൊണ്ട് തന്നെ എനിക്ക് ഈ വണ്ടിയുടെ മൈലേജ് ഒട്ടുമിക്ക ആൾക്കാർക്കും ഒരു 20 മാക്സിമം ഒരു 32 ആ റേഞ്ചിലൊക്കെയാണ് കിട്ടാൻ സാധിക്കുന്നതെന്ന് പറയുന്നത്. പക്ഷേ ഇതിൻ്റെ ഓണറിന് ഒരു 36 വരെയൊക്കെ മൈലേജ് കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്നു. പുള്ളി കുറച്ച് മെച്യൂറായിട്ട് വണ്ടി ഓടിക്കുന്നൊരു വ്യക്തിയാണ്. അതുകൊണ്ടായിരിക്കണം വിത്ത് പില്യൻ ഒരു 36 ആ റേഞ്ചിലൊക്കെ വണ്ടി മൈലേജ് കിട്ടുന്നുണ്ടെന്നാണ് പുള്ളിയുടെ ആ ഒരു എന്താ പറയണ്ടേ പറച്ചിലിൽ നമുക്ക് മനസ്സിലാക്കുന്നത്. ഫോട്ടോയും ഉണ്ട് അത് മീറ്ററിൽ കാണിച്ചേക്കുന്നത്. സിറ്റി റൈഡിൽ അത്ര വലിയ മൈലേജ് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ ഒരു വണ്ടിയുടെ ഭാഗത്തുനിന്ന്. ബട്ട് തീർച്ചയായിട്ടും ഒരു 36 bhp വരുന്നൊരു വണ്ടി എന്നുള്ള നിലയ്ക്ക്, പെർഫോമൻസ് ഓറിയൻറ്റഡ് ഒരു വണ്ടി എന്നുള്ള നിലയ്ക്ക് നമുക്ക് ഒരിക്കലും ഒരു കുറ്റം പറയാനായിട്ട് സാധിക്കത്തില്ല വണ്ടിയുടെ മൈലേജിൻ്റെ കാര്യത്തിൽ. വിൻ നോയ്സ് ഒക്കെ വളരെയധികം കുറവാണ്. ഫുഡ് പെക്സിലൊക്കെ അത്യാവശ്യം വൈബ്രേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഭയങ്കര കംഫർട്ടാണ് കേട്ടോ വണ്ടിയുടെ ആ ഒരു മെയിൻ ഘടകം എന്ന് പറയുന്നത്. ഭയങ്കര കംഫർട്ടാണ്. അതായത് ആൾ ഡേ ത്രൂ നമുക്ക് ഈ ഒരു വണ്ടി റൈഡ് ചെയ്യാൻ സാധിക്കും. അത്രയ്ക്ക് കംഫർട്ടബിളാണ് വണ്ടി. റൈഡിങ് പൊസിഷൻ ആണെങ്കിലും സസ്പെൻഷൻ ആണെങ്കിലും വണ്ടിയുടെ ആ ഒരു ഹാൻഡിലിംഗ് ആണെന്നുണ്ടെങ്കിലും എല്ലാം തന്നെ. സീറ്റ് ഹൈറ്റൊക്കെ നമുക്ക് അങ്ങനെ വലിയ ബുദ്ധിമുട്ടാക്കുന്ന രീതിയിലുള്ള സീറ്റ് ഹൈറ്റോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. റൈഡ് ബൈ വെയറാണ്. നല്ല ഒരു ത്രോട്ടിൽ റെസ്പോൺസും കിട്ടുന്നുണ്ട്. വണ്ടിക്കൊരു 100 110 ഒക്കെ ഒന്നും അല്ലാത്തൊരു സ്പീഡായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്.
പ്രത്യേകിച്ച് ഈ ഒരു വൈസറും കൂടെ ഉണ്ട്, നല്ല ടാളായിട്ടുള്ളൊരു വൈസറാണ്. നല്ല റെസ്പോൺസ് ഉള്ള ത്രോട്ടിലാണ് കേട്ടോ. നല്ല റൈറ്റ് ബൈ വയർ എന്നൊക്കെ പറയുമ്പം നല്ല റെസ്പോൺസാണ്. പ്രിസൈസറായിട്ടുള്ളൊരു റൈറ്റ് ബൈ വയറാണ് ഈ ഒരു വണ്ടിയിട്ട് കൊടുത്തിട്ടുള്ളത്. സിറ്റി കൊണ്ട് നടക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല. പക്ഷേ അത്യാവശ്യം ഹൈറ്റ് കുറഞ്ഞ വ്യക്തിയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ മേ ബി അതൊരു ബുദ്ധിമുട്ടായിട്ട് ചിലപ്പോൾ തോന്നിയേക്കാം സിറ്റിയിൽ കൊണ്ടു നടക്കാനായിട്ട്. ബട്ട് എവറി ഡേ കമ്മ്യൂട്ടിങ്ങിന് അത്ര വലിയൊരു സീനായിട്ടൊന്നും ആവാൻ ചാൻസസ് ഇല്ല കേട്ടോ. പിന്നെ വണ്ടിയുടെ സർവീസ് കോസ്റ്റ് നോക്കാനാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഹയർ സൈഡിലാണ്. അതായത് ഫസ്റ്റ് സർവീസ് 2500 രൂപയാണ്. ഇറ്റ് ഈസ് റീസണബിൾ. ബട്ട് വണ്ടിയുടെ എൻജിൻ ഓയിലിൻ്റെ ആ ഒരു കോസ്റ്റ് ഇച്ചിരി കൂടുതൽ ഹയർ സൈഡിലാണ്. 1800 സംതിങ് എന്തോ റേറ്റ് വരുന്നുണ്ട് ഈ ഒരു എൻജിൻ ഓയിലിൻ്റെ റേറ്റിന്. അപ്പോൾ അത് ഏത് ഓയിലാണെന്ന് ഏത് വെൻഡറാണ് കൊടുക്കുന്നതെന്നൊന്നും ഈ TVS മെൻഷൻ ചെയ്തിട്ടില്ല. 5W30 എന്തോ ആണ് ഇതിൻ്റെ ഗ്രേഡ് വരുന്നത്. അപ്പോൾ അത്രയും തിന്നായിട്ടുള്ളൊരു ഓയിൽ ഈ ഒരു സിംഗിൾ സിലിണ്ടർ 300cc സാധാരണ സൂപ്പർ ബൈക്കിലും കാറിലൊക്കെയാണ് ആ ഒരു ലൈക്ക് ഓയിൽ ഗ്രേഡ് കൊടുക്കുന്നത്. അത്രയും തിന്നായിട്ടുള്ള ഓയിൽ ഗ്രേഡ് കൊടുക്കുന്നത്. അപ്പോൾ ഇത് എൻജിൻ ഡാമേജ് ആക്കുമെന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഇൻസ്റ്റഗ്രാമിൽ റീൽസൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ സത്യം പറഞ്ഞാൽ TVS എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് ഈ ഒരു എൻജിനെ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് ലക്ഷക്കണക്കിന് കിലോമീറ്റർ ഈ പറഞ്ഞ ഓയിൽസിലൊക്കെ ഇട്ട് ഓടിച്ച് ടെസ്റ്റ് ചെയ്ത് പാസ്സായി അത് അപ്രൂവലായി വണ്ടിക്ക് ഹെൽത്തി ആണെന്ന് ഓപ്ഷൻ എന്താ പറയുക കൺഫർമേഷൻ ഓക്കെ അടിച്ചിട്ടാണ് ഈ ഒരു വണ്ടി പ്രൊഡക്ഷനിലോട്ട് ഇറങ്ങുന്നത്. അപ്പോൾ അത് നമുക്കൊരിക്കലും ഒരു എന്താ പറയുക എൻജിൻ ഡാമേജ് ആക്കുമെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഈ വണ്ടിയുടെ എൻജിൻ്റെ ക്യാരക്ടറിന് ഈ ഒരു വണ്ടിയുടെ എൻജിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ആ ഒരു ഓയിലാകണം TVS ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അത് മാത്രമല്ല TVSൻ്റെ ആ ഒരു ഒരു എന്താ പറയണ്ടേ പാർട്ണറായിട്ടുള്ള ഇന്ത്യയിലൊരു പാർട്ണറായിട്ടുള്ള BMWൻ്റെ GS310ലും G310R ഒക്കെ ഇതേ സെയിം ഗ്രേഡ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇതുവരെ ആ ഒരു വണ്ടികൾക്കൊന്നും വേറെ പണികളോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ലല്ലോ. അതുകൊണ്ട് നമുക്ക് വിശ്വസിക്കാം. പിന്നെ TVS കുറേ അധികം പാഠങ്ങൾ നല്ല ലെസൺസൊക്കെ TVSന് BMW ഭാഗത്തുനിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു എക്സ്പീരിയൻസിൽ തീർച്ചയായിട്ടും നമുക്ക് വിശ്വസിക്കാം എന്ന് ഞാൻ കരുതുന്നു. തീർച്ചയായിട്ടും ഇതിൻ്റെ താഴെ ഒരുപാട് പേര് കമൻ്റ് ഇട്ടേക്കുന്ന കണ്ടിട്ടുണ്ട്. അതായത് ഇത് ഇത്രയും വില കുറച്ച് കൊടുക്കുമ്പോൾ എന്തെങ്കിലും ഒരു ഒടി TVS അല്ലെങ്കിൽ എന്തെങ്കിലും ക്വാളിറ്റിയിൽ ചില കാര്യങ്ങളിലൊക്കെ കോംപ്രമൈസ് ചെയ്തിട്ടുണ്ടാവാം എന്നൊക്കെ പറയുന്നുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുള്ളൊരു ക്വാളിറ്റി ഒരു ഭാഗത്തും TVSനോടൊരു ബഹുമാനം തോന്നുന്നത് അതുകൊണ്ട് തന്നെയാണ്. കാരണം വണ്ടിയുടെ ആ ഒരു ക്വാളിറ്റി ഇറ്റ് ഈസ് വെരി വെരി ഓൺ ദ ഹയർ സൈഡ്. എസ്പെഷ്യലി ഈ വണ്ടിയുടെ പ്രൈസുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഈ ടാങ്കിലോട്ട് നോക്കുമ്പോൾ തന്നെ, അതായത് ടാങ്കിൻ്റെ ഫിറ്റ് ആൻഡ് ഫിനിഷ് ഫെയറിങ് ക്വാളിറ്റിയൊക്കെ നോക്കുന്ന സമയത്ത് വെരി ഗുഡ് ക്വാളിറ്റി. ഒരു 3.5 lakh ഓൺ റോഡ് പ്രൈസ് വരുന്ന ഒരു വണ്ടി എന്നുള്ള ലെവലിലാണ് എനിക്ക് ഒരു വണ്ടിയെ പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. അതായത് ഹിമാലയൻ 450 ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇപ്പം ഒരുപാട് പേര് ഒരു ഹിമാലയനുമായിട്ട് കമ്പയർ ചെയ്യാൻ ആയിട്ടില്ല RTX. ഫാൻ ബേസ് ഒഴിച്ച് നിർത്തിക്കഴിഞ്ഞാൽ ഫാൻസിനോടല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ പ്രാക്ടിക്കലായിട്ടൊരു ADV മോട്ടോർ സൈക്കിൾ ടൂറർ നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഹിമാലയനുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഈ ഒരു വണ്ടിയുടെ ഒരു വാല്യൂ ഫോർ മണി എന്ന് പറഞ്ഞാൽ അതിഭീകരമാണ്. അതുമാത്രമല്ല ഹിമാലയനില്ലാത്ത പല കാര്യങ്ങളും ഈ ഒരു വണ്ടിയിലുണ്ട് താനും. അഡ്ജസ്റ്റബിൾ സസ്പെൻഷൻ, അതുപോലെ തന്നെ ബെറ്റർ ടെക്നോളജി ഉള്ള എൻജിൻ, അതുപോലെ തന്നെ ക്രൂയിസ് കൺട്രോള്, സ്പോർട്സ് ഷിഫ്റ്റ്, ക്വിക്ക് ഷിഫ്റ്റർ എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. സോ ചിന്തിക്കൂ ഗൈസ്, ചിന്തിക്കൂ. ഇതിൻ്റെ ടോപ്പ് എൻഡ് വേരിയൻറ്റുമായിട്ട് ഏകദേശം ഒരു 80,000 രൂപയുടെ ഡിഫറൻസോളം വരുന്നുണ്ട്, 1 ലക്ഷം രൂപയുടെ ഡിഫറൻസോളം വരുന്നുണ്ട്. അതുപോലെ തന്നെ ബേസ് വേരിയൻ്റായിട്ട് 1.5 ലക്ഷം രൂപയുടെ ഡിഫറൻസോളം വരുന്നുണ്ട് വണ്ടിയുടെ ഓൺ റോഡ് പ്രൈസിൽ. അപ്പം നിങ്ങൾ ചിന്തിച്ച് നോക്ക് നിങ്ങൾക്ക് ഏത് വണ്ടിയാണ് നിങ്ങൾ സൂട്ടാവുന്നതെന്നുള്ള കാര്യം. ഇനിയിപ്പോൾ എൻ്റെ അടുത്ത് ഞാനൊരു നല്ല ഡൗട്ടിൽ നിന്നൊരു വ്യക്തിയാണ്. ADV 390 എടുക്കണോ ഈ ഒരു മോഡൽ എടുക്കണോ എന്ന് ചോദിച്ചിട്ട് നല്ല ഡൗട്ടിൽ നിന്നൊരു വ്യക്തിയാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ഏത് വണ്ടി എടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എനിക്കിപ്പം ഏകദേശം ഒരു ഉത്തരം കിട്ടി. അതെന്തായാലും വണ്ടി എടുക്കുന്ന സമയത്ത് ഞാനിനി പറയുന്നുള്ളൂ. കാരണം അത് ഇപ്പം പറഞ്ഞാൽ അതിൻ്റെ സസ്പെൻസ് പോകുമല്ലോ. കാര്യം എനിക്ക് ഈ വണ്ടി മൊത്തത്തിൽ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടോന്ന് വെച്ച് കഴിഞ്ഞാൽ ചില കാര്യങ്ങളിലൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ് വരാമായിരുന്നു എന്ന് തോന്നിപ്പോയി. കാരണം ആ ഒരു വൈബ്രേഷൻസൊക്കെ കുറച്ചും കൂടെ ഒന്ന് കുറച്ചായിരുന്നെങ്കിൽ ബെറ്റർ ആയനേന്ന് എനിക്ക് തോന്നി. ബട്ട് അത് ഞാൻ പറഞ്ഞില്ലേ, ഒരു വണ്ടി എടുക്കാതിരിക്കാനുള്ള കാരണമായിട്ട് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് ഒരു കുഴപ്പമില്ലാത്തൊരു വൈബ്രേഷനായിട്ട് തോന്നിയുള്ളൂ. പക്ഷേ അതൊന്ന് കുറയ്ക്കാമായിരുന്നു എന്ന് തോന്നി.
പിന്നെ വണ്ടിയുടെ ആ ഒരു ഡെലിവറി ഇഷ്യൂസ്, ഇപ്പം ആദ്യം ബുക്ക് ചെയ്ത ആൾക്കാർക്ക് പോലും വണ്ടി ഇതുവരെ കിട്ടിയിട്ടില്ല. സോ വരും ദിവസങ്ങളിൽ അതൊന്നും അവർ പരിഗണണം, കുറച്ചൊന്ന് സ്പീഡപ്പ് ആക്കണം ആ ഒരു ഡെലിവറിയും കാര്യങ്ങളൊക്കെ. പിന്നെ പവർ ഡെലിവറിയിലൊക്കെ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്, 100% സാറ്റിസ്ഫൈഡ് ആണ്. അതായത് എനിക്ക് അങ്ങനെ തുളുമ്പി നിൽക്കുന്ന പവർ വേണമെന്ന് നിർബന്ധമില്ല, പക്ഷേ തുളുമ്പി നിൽക്കുന്ന പവറൊക്കെ എനിക്ക് ഇഷ്ടമാണ്. തീർച്ചയായിട്ടും സിറ്റി കൊണ്ട് നടക്കാൻ കുറച്ച് മടുപ്പാണെങ്കിലും ഇറ്റ്സ് ഓക്കെ. ഇതാണ് പ്രാക്ടിക്കൽ ADV 390 കമ്പയർ ചെയ്യുന്ന സമയത്ത്. പിന്നെ മൈലേജ് ഒരു ഇഷ്യൂ ആയിട്ട് തോന്നി. അതായത് ADV 390ക്ക് ഒരു 30 ഹൈവേയിൽ മര്യാദയ്ക്ക് ഓടിച്ചു കഴിഞ്ഞാൽ കിട്ടും. അത് ഒരുപാട് ഓണേഴ്സ് അങ്ങനെ പറയപ്പെടുന്നു. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ വണ്ടിക്ക് കുറഞ്ഞതൊരു 34 ഹൈവേയിൽ കിട്ടണം. പക്ഷേ അത് ഇതുവരെ കൺഫേം ആയിട്ടില്ല. പല ഓണേഴ്സിനും ഒരു 28-30 ആ റേഞ്ചിലൊക്കെയാണ് മാക്സിമം കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നല്ല പവറുണ്ട് കേട്ടോ വണ്ടിക്ക്. വണ്ടി പറയുന്ന പറഞ്ഞാൽ കയറുന്നുണ്ട്. റോണിലൊക്കെ വന്ന് സെയിം ഹോൺ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ തന്നെയായിരുന്നു നമ്മുടെ RTXനെ പറ്റി എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണാം. ബൈ.